പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഖുർആൻ മലയാള കവിതയിൽ എന്ന ഒരു ടൈറ്റിൽ വളരെ പ്രശ്നമുണ്ടാക്കുന്നൊരു ടൈറ്റിലാണ്. ഒന്ന്, ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന രീതിയിലൊക്കെ ഇതിനെ സമീപിച്ചാൽ ഓക്കെ കൂടിയാ. അപ്പോൾ ഈ വിഷയം ഒരു പൂർവകാല പഠനങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ച് നമ്മളൊരു അന്വേഷണം നടത്തിയാൽ അതിൻ്റെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഞാൻ മനസ്സിലാക്കിയെടുത്തിലോളം കൂടുതലൊന്നും ലഭ്യമല്ല എന്നല്ല, ലഭ്യമല്ല അങ്ങനെ, അതാണ്. അപ്പോൾ ഈ വിഷയം തന്നത് മുതൽ ഞാൻ എൻ്റേതായ രീതിയിലൂടെ ഇതിനെങ്ങനെ സമീപിക്കണമെന്നുള്ള ആലോചനയാണ് നടത്തിയത്. അങ്ങനെയുള്ള ചില നിരീക്ഷണങ്ങൾ ഈ ഒരു ശില്പശാലയിൽ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കവിത എന്ന് പറയുന്നതിൻ്റെ, ഇപ്പോൾ മലയാള കവിതയിൽ ഖുർആൻ എന്ന് പറയുമ്പോൾ ആ ടൈറ്റിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നൊന്നാന്ന് പറഞ്ഞാൽ ഖുർആനിനൊരു കവിതയുണ്ട്, ഖുർആനിൽ ഒരു കവിതയുണ്ട്. കവിതാബാഹ്യമായ ഒരു ഗദ്യമല്ല ഖുർആൻ. ഖുർആനിലെ കവിത അതിനിഗൂഢമായി ഒളിഞ്ഞു നിൽക്കുന്ന സൗന്ദര്യത്തിൻ്റെ അചുംബിതമായ ഇടങ്ങളാണെന്ന് നമുക്ക് കുറച്ചൊരു റെട്രിക്കായിട്ട് അല്ലെങ്കിൽ കാവ്യഭാഷ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം കവിതയെക്കുറിച്ചിട്ടുള്ളൊരു പൊതു നിർവചനം, വളരെ ശ്രദ്ധേയമായൊരു നിർവചനം ആധുനിക കാലഘട്ടത്തിൽ നടത്തിയത് ജർമ്മൻ ഫിലോസഫറായ യോഹാൻ ഹാമാൻ എന്ന് പറയുന്ന ഫിലോസഫറാണ്. ഈ യോഹാൻ ഹാമാൻ 18-ാം നൂറ്റാണ്ടിൽ, അതായത് 18-ാം നൂറ്റാണ്ടിൻ്റെ അർദ്ധ ദശകങ്ങളിൽ ജീവിച്ച വളരെ വിശ്രുതനായ, ഹെർഡറിൻ്റെ ഫിലോസഫിയെക്കുറിച്ചിട്ടും മറ്റൊക്കെ വളരെ ആധികാരികമായി എഴുതിയ, ഗഥയെ പോലെയുള്ള ജർമ്മനിയിലെ വളരെ വിശ്രുതരായ കവികൾ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ട വലിയൊരു ദാർശനികനാണ് ഹാമാൻ. ഹാമാൻ്റെ ഒരു പ്രശസ്തമായ ഒരു വചനമുണ്ട് കവിതയെക്കുറിച്ചിട്ട്. പോയട്രി ഈസ് ദ മദർ ടങ് ഓഫ് ഹ്യൂമൻ റൈസ്. കവിത എന്ന് പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ മാതൃഭാഷയാണെന്നാണ് ഹാമാൻ പറയുന്നത്. കവിത എന്നത് മനുഷ്യവംശത്തിൻ്റെ മാതൃഭാഷയാണ്. ഇത് ഗഥയൊക്കെ പിന്നീട് വളരെ വലിയ അന്വേഷണങ്ങൾ കൾച്ചറലായിട്ട്, ഇപ്പോൾ ഹാഫിസിൻ്റെയൊക്കെ കവിതകളിലേക്ക് ഗഥയെ വരുന്നതൊക്കെ ഈ ഒരു നിരീക്ഷണത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. പ്രവാചകനെക്കുറിച്ച് ഒരുപക്ഷെ പാശ്ചാത്യ ഭാഷയിൽ എഴുതപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു കാവ്യം ഗഥ എഴുതുന്നതും പോയട്രി ഈസ് ദ മദർ ടങ് ഓഫ് ഹ്യൂമൻ റേസ് എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യ വംശത്തിൻ്റെ
കവിത കൂടിയാണ് എന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിൽ മലയാള കവിതകളിലുള്ള ഖുർആനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്ന് പ്രതിഷ്ഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നും. ഉച്ചനേരമാണ്, ഞാൻ പറയുന്നതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ആ രീതിയിൽ തന്നെ വരാൻ കുറച്ചുകൂടി ഞാൻ വലിയ ആദം അയ്യൂബിനെ പോലെയുള്ള ഇക്ബാൽ സാഹിബിനെ പോലെയൊക്കെയുള്ള ജമീൽ അഹമ്മദിനെ പോലെയൊക്കെയുള്ള ആൾക്കാരല്ല പറയുന്നത്, അല്ലാതെ ഉള്ള ഇതിൻ്റെ അന്വേഷകരായ അവരോടാണ് ഞാനത് പറയുന്നത്. ടി മുഹമ്മദ് സാഹിബിൻ്റെ പേര് ഞാൻ പറയാതിരുന്നതാണ്, കാരണം ടി മുഹമ്മദ് എൻ്റെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥിയായിരുന്നു പണ്ട്, അതുകൊണ്ട് ഞാനത് പറയാതെ. അപ്പോൾ പോയട്രി ഈസ് ദ മദർ ടങ് ഓഫ് ദി ഹ്യൂമൻ റൈസ്. ഇത് പറയുമ്പോൾ തന്നെ ഇതോടനുബന്ധിച്ചുകൊണ്ട് ഹാമാൻ വേറെ പലതും പറയുന്നുണ്ട്. പെയിൻറ്റിങ് എന്ന് പറയുന്നത് എഴുത്തിൻ്റെ മുമ്പേ സംഭവിച്ചതാണ്. പാട്ടെന്ന് പറയുന്നത് പിന്നെ മനുഷ്യൻ്റെ ആശയവിനിമയത്തിന് മുമ്പേ സംഭവിച്ചതാണ്. അങ്ങനെ ലോജിക്കലായിട്ടും ഫിലോസഫിക്കലായിട്ടും ആ ഭാഗം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഒരു ദാർശനിക വീക്ഷണത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ മനുഷ്യവംശത്തിൻ്റെ മാതൃഭാഷയാണ് കവിത എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഖുർആൻ എന്നത് മനുഷ്യവംശത്തിൻ്റെ മാതൃഭാഷയല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ്. ആയിക്കോട്ടെ ഞാട്ടെ. അപ്പോൾ മനുഷ്യവംശത്തിൻ്റെ മാതൃഭാഷയല്ലേ ഖുർആൻ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഖുർആനെ കുറിച്ച് തന്നെ ചിലയിടത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ഖുർആൻ എന്ന് പറയുന്നത് ജനതക്ക് മുഴുവനുമാണ്, അങ്ങനെ പറയുമല്ലേ, ഖാഫത്തുല്ലിന്നാസ് എന്ന ഖുർആൻ നമ്മൾ കാണും. ഈ ഖുർആനിൻ്റെ ദൗത്യം ഏറ്റെടുത്ത ജനതയെക്കുറിച്ചിട്ട് ഉഖ്രിജത്തുല്ലിന്നാസ്, ഈ ദൗത്യം ഏറ്റെടുത്തവൻ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ഖുർആൻ കേന്ദ്രീകൃതമായി സംസാരിക്കുമ്പോൾ അവൻ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ മാതൃഭാഷയിലായിരിക്കും. കൃത്യമല്ലേ? ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ കവിതയെ സമീപിക്കണം. അപ്പോൾ ഖുർആൻ്റെ തന്നെ കവിത കുഞ്ഞാലി മാഷ് പറയും കൂടുതലായിട്ട്. ഞാൻ കുഞ്ഞാലി മാഷോട് പറഞ്ഞു, കുഞ്ഞാലി മാഷ് പറഞ്ഞു നിങ്ങൾ സംസാരിച്ചതിന് ശേഷം സംസാരിക്കും എന്നുള്ളതാണ് എനിക്കൊരാശങ്ക. ഞാൻ പറഞ്ഞത് അതാണ് എൻ്റെ ഏക പ്രതീക്ഷ, എനിക്ക് ശേഷം നിങ്ങൾ സംസാരിക്കുമല്ലോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ്റെ കവിതയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ, ഖുർആൻ്റെ കവിത സൂക്ഷിക്കുന്ന ചില ഇടങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഖുർആനിലെ കവിത എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ ഒരു പ്രയോഗമുണ്ട്. ആ ഹജ്ജിൻ്റെ തുടക്കത്തിൽ ഒരു പ്രയോഗം ഉണ്ട്, 2-ാമത്തെ സൂക്തം മുതൽ. പിന്നെ 5-ാമത്തെ സൂക്തത്തിൻ്റെ അവസാനമെത്തുമ്പോൾ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ഖുർആൻ്റെ ആ പ്രയോഗം കണ്ടാൽ ഖുർആൻ്റെ വിഭാവനയിൽ കവിത എന്ന് പറയുന്നത് എന്താണെന്നെങ്കിൽ മനസ്സിലാകും പോലെ തോന്നും. അതായത് വളരെ ഉറച്ച മണ്ണിൽ മഴ പെയ്യുകയാണ് ഖുർആനിലെ കവിത എന്ന് പറയുന്നത്. ഉറച്ച മണ്ണിൻ്റെ മേലെയുള്ള മഴപ്പെയ്ത്താണ് ഖുർആൻ്റെ കവിത എന്ന് പറയുന്നത്. അത് ഖുർആൻ തന്നെ അതിനെ അവതരിപ്പിക്കുന്നത്, അത് മലയാളത്തിൽ കൊണ്ടുവരാൻ പെരുത്ത് പണിയുണ്ട്. വതറൽ അർള ഹാമിദത്തൻ വൈസ അൻസൽന അലൈഹൽ മാഹിത്തസത്ത് വറബത്ത് വമ്പത്തത്ത് മിൻകുല്ലി ദൗജിൻ ബഹീസ് എന്നാണ്.
അവിടെ ഇഹ്തസത്ത് വറബത്ത് വമ്പത്തത്ത് എന്ന് പറയുന്നതിനെ കുഞ്ഞാലി മാഷ്ക്ക് പോലും മലയാളത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു വല്ലാത്ത ഇളക്കമുണ്ട്, അവിടെ വല്ലാത്തൊരു കിളച്ച് മറിക്കലുണ്ട്, അവിടെ വല്ലാത്തൊരു സൗന്ദര്യത്തിൻ്റെ പ്രഭാവം ഇങ്ങനെ പൂത്തുലയലുണ്ട്. ഒക്കെ ഇഹ്തസത്ത് വറബത്ത് വമ്പത്തത്ത് എന്ന് പറഞ്ഞിടത്തിൽ അങ്ങ് പറഞ്ഞിരിക്കുകയാണ് സൂക്ഷ്മമായിട്ട്. സൂറത്തുൽ ഹജ്ജിലാണ് ഈ വാചകമുള്ളത്. ഈ സൂറത്തുൽ ഹജ്ജിൽ തന്നെ തുടക്കത്തിൽ, സൂറത്തുൽ ഹജ്ജിൻ്റെ തുടക്കം എന്താണ് ശരിക്കും? യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അളീം എന്ന് പറയും. ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അളീം. അതൊരു അന്തിമകാഹള മുഴക്കം എന്ന് പറഞ്ഞാൽ ഭയാനകാണ് കേട്ടോ എന്നൊക്കെ നമുക്ക് പറയാം, പലതും പറയാം. പക്ഷെ അടുത്ത് പറയുന്നത് അന്ന് ആ പ്രയോഗത്തെ കഴിഞ്ഞിട്ട് പറയും യൗമ തറൗനഹ തസ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മ അർളഅത് വതലൗ ദാതു ഹംലിൻ ഹംലഹ തറന്നാസ സുക്കാറ വമാഹും ബി സുക്കാറ വലാകിൻ അദാബല്ലാഹി ശദീദ്. അത് ഈ ഷേക്സ്പിയറുടെയൊക്കെ ചില ഡ്രാമയിലൊക്കെ നമ്മൾ പല പ്രയോഗവും കേൾക്കുമല്ലോ. ഇപ്പോൾ ഒരു അമ്മ മുലയൂട്ടുന്നൊരു കുട്ടിയെ ആ മുലയൂട്ടുന്ന ഘട്ടത്തിൽ നിർദാക്ഷിണ്യം അങ്ങോട്ട് പിടിച്ചു മാറ്റുക, സക്കിങ് ബേബീനെ. ഈ ഭയാനകമായ നേരത്തെ കാണിക്കാനുള്ള പ്രയോഗം നടത്തിയപ്പോൾ രണ്ട് പ്രയോഗമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. വളരെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സൂക്ഷ്മമായ ഭാഷയിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി വാചാലമായ രീതിയിൽ ആ അന്തരീക്ഷത്തെ കാണിക്കാൻ ഉപയോഗിച്ചതൊന്ന് എന്താണ്? മുല കുടിക്കുന്ന കുട്ടിയെ അമ്മ എടുത്തു മാറ്റുന്നു. വത്തള്ളു ദാത്തു ഹംലിൻ ഹംലഹ, ഗർഭിണികൾ അതിൻ്റെ കാലമാകാതെ പ്രസവിച്ചു പോകുന്നു. വത്തറന്നാസ സുക്കാറ, ജനങ്ങളൊക്കെ ആകെ മത്ത് പിടിച്ച് ലഹരി ബാധിച്ചതായി നിങ്ങൾക്ക് കാണാം. ഒമാഹുംബി സുഖാറ, പക്ഷെ ഒരു മത്ത് പിടിച്ച് ലഹരി ബാധിച്ചൊന്നല്ല. ആ പ്രയോഗത്തിൻ്റെ സൗന്ദര്യത്തെ മലയാളത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ ജമീൽ അഹമ്മദ് സാഹിബെ നമുക്ക് അറിഞ്ഞുകൂടാ. മലയാള ഭാഷയുടെ ആ ഒരു ഹിക്കമത്തുള്ള സാറൊക്കെ വേദിയിലുണ്ട്. മലയാള ഭാഷ അതിലേക്ക് കൂടി വളർന്നു പോകേണ്ടതുണ്ടെന്നുള്ളൊരു വിനയം, പ്രാർത്ഥന പോലെ ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ സൂക്ഷ്മമായ സൗന്ദര്യത്തിൻ്റെ വാചാലതയെയും ഖുർആൻ പറയുന്നതിൻ്റെ രണ്ട് എക്സാമ്പിൾ മാത്രമാണ് ഞാനീ പറയുന്നത്. എന്തുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, കവിത എന്നത് മനുഷ്യവംശത്തിൻ്റെ മാതൃഭാഷയാണെന്നുള്ള യോഹാൻ ഹാമാൻ്റെ ദർശനത്തെ ഖുർആനിൻ്റെ ഭാഷയുമായി ചേർത്ത് നിർത്തുമ്പോൾ എത്രത്തോളമാണ് ഖുർആനിൻ്റെ വായനക്കാർക്ക്, ആ രീതിയിൽ ഖുർആനെ ധ്യാനിക്കുന്നവർക്ക്, ഖുർആൻ്റെ സൗന്ദര്യത്തെ ധ്യാനിക്കുന്നവർക്ക് തിരിഞ്ഞു കിട്ടുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ പ്രിമൈസിലേക്ക് തന്നെ വരാം. അതായത് ഖുർആൻ്റെ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ മാതൃഭാഷയാണ് എന്ന രീതിയിൽ കാണുമ്പോൾ മാത്രമേ ഖുർആനിനെ പൂർണ്ണമായും നമുക്ക് മാനവികമായും ധാർമ്മികമായും നീതിവാക്യമായും ഒക്കെ വായിച്ചെടുക്കാൻ പറ്റൂ എന്നതാണ്. ഈ ഒരു മഹത്തായ ഫ്രെയിമിനെ മനസ്സിൽ കണ്ടിട്ട് മലയാളത്തിൽ എന്തൊക്കെയാണ് ഖുർആനികമായ ലോകവുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഖുർആനിൻ്റെ ഇൻഫ്ലുവൻസ് മലയാള കവിതയിൽ ബൈബിളിൻ്റെ ആ ഒരു
ദ ഇൻഫ്ലുവൻസ് ഓഫ് ബൈബിൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ബൈബിളിൻ്റെ സ്വാധീനം. ബൈബിളിൻ്റെ സ്വാധീനത്തിൻ്റെ അത്രയൊന്നും മലയാള കവിതയിൽ ഖുർആൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് സംഭവിച്ചതായിട്ട് എൻ്റെ വിനീതമായ നിരീക്ഷണത്തിൽ കിട്ടിയിട്ടില്ല. പെട്ടെന്ന് അതിനെ പറയാനുള്ളൊരു ഉദാഹരണം, വള്ളത്തോള് പ്രവാചക കീർത്തനമെന്ന രീതിയിൽ ചില കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ വള്ളത്തോള് തന്നെ പൂർണ്ണമായിട്ട് മഗ്ദലന മറിയം എന്ന് പറയുന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മഗ്ദലന മറിയം ഒരു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്, ദീർഘകവിതയാണ്. അതിൽ നിന്ന് നമുക്ക് സാഹിത്യപരമായി മലയാളിയുടെ ബോധത്തിൽ ഖുർആനിൻ്റെ സ്വാധീനം ബൈബിളിൻ്റെ സ്വാധീനത്തിൻ്റെ അത്ര കടന്നു ചെന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിന് പല കാരണങ്ങളുണ്ടാവും. പല കാരണങ്ങളിൽ ഒന്ന്, മലയാളത്തിൽ ഇപ്പോഴും ഖുർആനിൻ്റെ ശരിക്കുള്ളൊരു പരിഭാഷ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാരണം. ഇതുവരെയുള്ള പരിഭാഷകളെ, അതിൻ്റെ ശ്രമങ്ങളെയൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് അങ്ങ് പറയുന്നൊന്നല്ല കേട്ടോ. അവരൊക്കെ ചെയ്തത് വലിയ സംഭാവനയാണ്. എല്ലാവരും, പൗരാണികരും പുതിയവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ചെയ്യുന്നത് വലിയ സംഭവമാണ്, ശ്രമമാണ്. പക്ഷെ പറയുന്നത്, ഇപ്പോൾ ബൈബിള് മലയാളത്തിലുണ്ടാക്കിയ ഭാഷാപരമായൊരു സ്വാധീനത്തിന് അതിനോട് അത്തരത്തിൽ കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംഭവം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കവി ബാലേന്ദ്ര ചുള്ളിക്കാട് ഒരു വ്യക്തിപരമായ സംഭാഷണത്തിനിടയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പങ്കുവെച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ കുറേ ഞാൻ ഖുർആനിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോട് എൻ്റേതായ രീതിയിൽ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സത്യവേദ പുസ്തകത്തിൻ്റെ ഒരു ഭാഷ മലയാളത്തോടു കൂടി തന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പരിഭാഷ ആ രീതിയിൽ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശില്പശാലയുടെ ഒരു ഔട്ട്പുട്ടായി അങ്ങനെയുള്ളൊരു പരിഭാഷ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതൊരു വലിയ ഒരു സംഭവം കൂടിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയ, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ബൈബിളിൻ്റെ ഭാഷയുടെ സ്വഭാവത്തിൽ തന്നെ ഒന്നും ഖുർആനെ നമുക്ക് പൂർണ്ണമായിട്ടും ആവിഷ്കരിക്കാനൊന്നും പറ്റില്ല. മലയാളത്തിൻ്റെ ആ ഒരു രീതിയിൽ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഖുർആൻ എന്ത് കഴിഞ്ഞാലും പിന്നെയും അവിടെ അത് മുഹമ്മദ് അസദൊക്കെ വളരെ ആധികാരികമായിട്ട് അദ്ദേഹത്തിൻ്റെ ദി മെസ്സേജ് ഓഫ് ഖുർആൻ എന്ന് പറയുന്ന, ഇപ്പോൾ മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ആമുഖം വളരെ നമ്മളെല്ലാം വായിച്ചിരിക്കേണ്ടുന്നതാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതിൽ അദ്ദേഹം കൃത്യമായി കുറേ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഖുർആൻ്റെ ലാംഗ്വേജിലുള്ള ചില ഇടങ്ങൾ, ഇപ്പോൾ ഖുർആൻ ചില കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ, ഇപ്പോൾ അറബി ഭാഷയിൽ തന്നെയുള്ള ചില പ്രയോഗങ്ങളെ, ഇപ്പോൾ സ്വർഗീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉക്ലുഹ ദായിമുൻ വളില്ലുഹ ഒരു പ്രയോഗമാണ് ഖുർആൻ്റെ. ഉക്ലുഹ ദായിമുൻ വളില്ലുഹ. അവിടെ ശരിക്ക് അറബിയിലെ സാധാരണ ഒരു ട്രഡീഷനിൽ ആലോചിക്കുമ്പോൾ ഉക്ലുഹ ദായിമു വളില്ലുഹ ദായിമുൻ എന്ന് പറയേണ്ടി വരും. പക്ഷേ പിന്നീട് ദായിമുന് പറയാതെ ഉക്ലുഹ ദായിമുൻ വളില്ലുഹ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ നമ്മൾ മലയാളത്തിലൊക്കെ ചില കവികൾ പരീക്ഷിക്കാൻ ശ്രമിക്കുന്ന സൂക്ഷ്മ ഭാഷയുടെ വളരെ മൗലികമായ ചില അടരുകൾ നമുക്ക് ഇതിലൊക്കെ കാണാൻ പറ്റും ഈ രീതിയിൽ. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഖുർആനിൻ്റെ ഈയൊരു സൂക്ഷ്മ സൗന്ദര്യവും പ്രാപഞ്ചികമായ അതിൻ്റെ ദർശനവും അതിൻ്റെ ചില അവസ്ഥകളെ പറയാനുള്ള അതിൻ്റെ ശക്തമായ വാചാലതയും ഒക്കെ നമ്മൾ ഖുർആനിന് മാത്രം ചേർത്ത് വെച്ചിട്ട് നമ്മൾ മലയാള കവിതയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇപ്പം ഞാനിവിടെ
പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രപഞ്ചിക ദർശനത്തിൻ്റെ കാര്യം പറയുമ്പോൾ മലയാളത്തിൻ്റെ ആ ഒരു ആലോചനയിൽ വരുമ്പോൾ ഇപ്പോൾ ഒരു കുമാരനാശാൻ്റെ ആശാൻ കവിതകൾ ഇപ്പോൾ വള്ളത്തോൾ പ്രവാചകനെക്കുറിച്ച് എഴുതിയതുപോലെയോ ജി ശങ്കരക്കുറുപ്പ് എഴുതിയതുപോലെയോ അല്ല അതുപോലുള്ള അങ്ങനെയുള്ളൊരു പ്രത്യക്ഷമായ ഒരു ആവിഷ്കാരം ആശാൻ്റേതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ ജമീൽ മാഷ്? ഇല്ല. പക്ഷെ ആശാൻ്റെ ചില കവിതകളിൽ അറിഞ്ഞോ അറിയാതെയോ ഖുർആനികമായ പ്രാപഞ്ചിക ദർശനത്തിൻ്റെ അതിശക്തമായ ചില സൂചകങ്ങൾ കാണാൻ പറ്റും. അത് പ്രത്യേകിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ദീർഘകാവ്യങ്ങളെക്കാൾ അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കവിതകൾ, പ്രത്യേകിച്ചിട്ടും അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി എഴുതി എന്നൊക്കെ പറയുന്ന പുഷ്പവാടി എന്ന് പറയുന്ന ആ കവിത ഖണ്ഡത്തിൽ പല കവിതകളും ഖുർആനിൻ്റെ പ്രപഞ്ചസാരവുമായി വല്ലാതെ ഇണങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ പുഷ്പവാടിയിൽ കുറേ കവിതകൾ, അതിലുള്ള നിശാപ്രാർത്ഥന, അതിലുള്ള ഈശ്വരൻ എന്ന് പറയുന്നൊരു കവിത, അതിലുള്ള സങ്കീർത്തനം എന്ന് പറയുന്ന കവിത, ഈ കവിതകളൊക്കെ നമ്മൾ ഒരു വായനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് ഇത് ബോധ്യപ്പെട്ടു വരും. പലപ്പോഴും ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാ ദർശനത്തെ ഇസ്ലാമികമായ സ്വാധീനമായിട്ട് നമ്മൾ പറയാറുണ്ട്. അത് നമുക്ക് അതിലേക്ക് വരാം. അത് വേറെ രീതിയിൽ നമുക്ക് പരിശോധിക്കേണ്ടതാണ്. പ്രവാചകനെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരാലോചന നമുക്കുണ്ട്. ഖുർആൻ മലയാളത്തിൽ എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ പ്രവാചകനും മലയാളത്തിൽ ഉണ്ടാവും, അങ്ങനെ ഉണ്ട്. ഖുർആനിൻ്റെ ആന്തരിക സത്തയെ ആവാഹിച്ച് രചന നടത്തിയതിനേക്കാൾ അധികം പ്രവാചകൻ്റെ വ്യക്തിപ്രഭാവത്തിൽ ആകൃഷ്ടരായി രചന നടത്തിയവരുണ്ട് മലയാളത്തിൽ. പക്ഷേ ആശാൻ്റെ ഒരു വരി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരൻ എന്ന് പറയുന്ന കവിതയിലെ 4 വരികളാണ്. വമ്പിച്ച നിൻ മഹിമയും കൃപയും നിനച്ചു കുമ്പിട്ടിടാത്ത തലയും ശിലയും സമന്താൻ. വമ്പിച്ച നിൻ മഹിമയും കൃപയും നിനച്ചു കുമ്പിട്ടിടാത്ത തലയും ശിലയും സമന്താൻ. എമ്പിച്ചു തീർക്കയറിവായി മനമാം വിളക്കിൻ തുമ്പിൽ ജലിക്കു അഖിലേശ്വര കൈത്തൊഴുന്നേൻ. കൃത്യ ഇതിൽ ശിർക്കൊന്നുമില്ല. ഞാൻ പറയുന്നത് ആ വരികൾ ശ്രദ്ധിച്ചു നോക്കുകൾ. വമ്പിച്ച നിൻ മഹിമയും കൃപയും. ഖുർആനിൻ്റെ ദാർശനിക മാനത്തിലെ 2 പ്രധാനപ്പെട്ട കീ വേർഡ്സുണ്ട്. ഖുർആനിൻ്റെ കാവ്യ സൗന്ദര്യത്തെയോ ഖുർആനിൻ്റെ സാഹിത്യ സൗന്ദര്യത്തെയോ ഒക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ 2 ക്വാളിറ്റിയിൽ ചെന്നുടക്കും. അതെല്ലാറ്റിലും ഉണ്ട്. ഒന്ന് ജമാലാണ്, മറ്റൊന്ന് ജലാലാണ്. ജമാൽ എന്ന് പറയുന്ന 2 സംഭവം. ജമാൽ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിൻ്റെ അപാരമായ ലോകമാണ്, അനന്തവിസ്തൃതം. ജമാൽ അത് നമുക്ക് കാണാം. ഖുർആനിൽ എത്രയോ ഉണ്ട്, ലോകത്തുമുണ്ട്. ലോകം അങ്ങനെയാണ്. ജമാലിൻ്റെയും ജലാലിൻ്റെയും ലോകമാണ് ലോകഘടന എന്ന് പറയുന്നത് തന്നെ. ഈ ജലാൽ എന്ന് പറയുന്ന വാക്കിന് മലയാളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല മലയാള പദം മഹിമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചാലഞ്ചിങ്ങാണ്. ജമീൽ മാഷ പോലെയുള്ള
ഇക്ബത്തുള്ള സാറിനെ പോലെയൊക്കെയുള്ള മലയാള ഭാഷ, ഞാൻ മലയാള ഭാഷാ വിദ്വാനൊന്നുമല്ല. അപ്പോൾ ഈ ജലാൽ എന്ന് പറയുന്ന മഹിമ ഞാൻ വിചാരിക്കും, ജമാൽ എന്ന് പറയുന്നതിന് അഴക് എന്ന് പറയുന്നു. അഴകും മഹിമയും, അഴകും മഹിമയും, പ്രതാപം എന്ന് പറയും. പക്ഷെ ആശാൻ്റെ ഈ മഹിമ, ആശാൻ്റെ പല കവിതകളിലും ആ മഹിമ ആവർത്തിക്കപ്പെടാറുണ്ട്. മിക്കവാറും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ചിന്താവിഷ്ടയായ സീതയിലൊക്കെ ഈ മഹിമ പല രീതിയിലും കടന്നു വരുന്നുണ്ട്. ഈ മഹിമ എന്നുള്ളത്, അപ്പോൾ സൂറത്തുർ റഹ്മാൻ നമ്മളെടുത്ത് പാരായണം ചെയ്താൽ ഈ ജലാലിൻ്റെയും ജമാലിൻ്റെയും ആവർത്തനം കാണാൻ പറ്റും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് മുഹമ്മദ് അസദൊക്കെ അവിടെ അലായിനെ കൊടുത്തിരിക്കുന്നത് പവർന്നാണ്. അള്ളാഹുവിൻ്റെ ഏത് അധികാരത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമെന്നാണ്. പവറാണ് അവിടെ, ഊർജമാണ് അവിടെ. അങ്ങനെയാണ്. നമ്മളിപ്പോൾ അതിൽ എല്ലാം അനുഗ്രഹമായിട്ടൊന്നും ആ രീതിയിലല്ല, പലതും പറയുന്ന കൂട്ടത്തിൽ സൂറത്തുർ റഹ്മാൻ നമ്മൾക്കറിയാം. സൂറത്തുർ റഹ്മാൻ എന്ന് പറയുന്നത് മറ്റൊരു ശില്പശാലയിൽ വേറെ തന്നെ. അപ്പോൾ അത് പറഞ്ഞു പോകുമ്പോൾ ചില കാര്യങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ തികട്ടി വരികയാണ്. നിസാർ കബ്ബാനിയെ പോലെയൊക്കെയുള്ള ആധുനിക അറബി കവികൾ സൂറത്തുർ റഹ്മാനെ കുറിച്ചിട്ട് പറയുന്നത് ഖസീദത്തുർ റഹ്മാൻ എന്നാണ്. ദ ബെസ്റ്റ്, ദ ഗ്രേറ്റ്, ദ ഹൈ ക്വാളിറ്റേറ്റീവ് പോയട്രി ഓഫ് ഗോഡ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിസാർ കബ്ബാനിയുടെ അൽ കിന്ദീലുൽ അഹ്ലർ എന്ന് പറയുന്ന മനോഹരമായൊരു പുസ്തകമുണ്ട്. കവിത ഒരു പച്ചവിളക്ക് എന്നാണ് അതിൻ്റെ മലയാളം പറഞ്ഞാൽ. അതിലൊരുപാട് നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ സൂറത്തുർ റഹ്മാനെ കുറിച്ച് തന്നെ കബ്ബാനി ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ സൂറത്തുർ റഹ്മാനിൽ നമുക്ക് ഈ ജലാലും ജമാലും വല്ലാതെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇവിടെ ആശാൻ്റെ ഇതിൽ മഹിമയും കൃപയും എന്ന് പറഞ്ഞത് കൃപ ജമാലിൻ്റെ റിഫ്ലക്ഷനാണ്. കൃപ, കനിവ്, അതവിടെ ചേർന്ന് നിൽക്കുകയാണ്. കനിവ്, അള്ളാഹുവിൻ്റെ കോപം ജലാലാണ്. ഒരു മഴ പെയ്യുമ്പോൾ മനോഹരമായ മഴ ജമാലാണ്. പക്ഷെ ഘോരമായ ഇടിമിന്നൽ ജലാലാണ്. അപ്പോൾ ഇത് രണ്ടും നിരീക്ഷിക്കുന്നവന് കാണാൻ പറ്റും. ഇതാണ് ആശാൻ പറയുന്നത്, വമ്പിച്ച നിൻ മഹിമയും കൃപയും നിനച്ച് യുരീഖുമുൽ ബർഖ ഖൗഫൻ വതമഅൻ വയുനസ്സിലു മിനസ്സമാഇ മാഅൻ ഫയുഹീ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യഖിലൂൻ. സൂറത്തുർ റൂമിലെ ഒരു ഭാഗമാണ്. ഈ മിന്നൽ പിണർ കാണുമ്പോൾ തന്നെ ഭയം, പക്ഷേ ഒരു പ്രതീക്ഷ. അതിൽ മഴ പെയ്ത് മൃതമായ ഭൂമി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചതിന് ശേഷം വീണ്ടും ജീവനിലേക്ക് വരുന്ന ആ അടയാളമുണ്ടല്ലോ, ആ അടയാളം ആലോചന ചെയ്യുന്നവർക്ക്, ബുദ്ധിശാലികൾക്ക് ഒരുപാട് സൂചകങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇതൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി ആശാന വായിക്കുമ്പോൾ ആശാന ഒന്നും കൂടി ഒന്ന് ഉഷാറാകും. വമ്പിച്ച നിൻ മഹിമയും കൃപയും നിനച്ച് കുമ്പിട്ടിടാത്ത തലയും ശിലയും സമന്താൻ. ഈ ശില എന്ന് പറയുന്നത് മനുഷ്യൻ യഥാർത്ഥ ചിന്തയിൽ നിന്ന് മാറിയിട്ട് പോകുമ്പോൾ ശിലയായി പോകും. ഖുർആൻ തന്നെ അങ്ങനെ ഖസ്വത്തുൽ ഖൽബ് എന്ന് പറയുന്ന ഹൃദയം ഭയങ്കരമായിട്ട് കട്ടിയാകുന്ന ഒരു ഏരിയ പറയുന്നുണ്ട്. എമ്മേ ഞാൻ വഴിമാറുന്നുണ്ടെങ്കിൽ പിടിച്ചു വെക്കണേ. ആ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ജലാലും ജമാലും കണ്ടിട്ട് തല കുമ്പിടാത്ത, സുജൂദ് ചെയ്യാത്ത മനുഷ്യൻ കല്ലും ഒരുപോലെയാണെന്ന് ആശാൻ പറയുന്നത് ഖുർആനിൻ്റെ മാനുഷിക ദർശനത്തിൻ്റെ, പ്രാപഞ്ചിക ദർശനത്തിൻ്റെ ഒരു പ്രതിഫലനമായി ഞാൻ വായിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ആശാൻ അങ്ങനെ വായിക്കുന്നു. ആശാൻ എന്ത് എഴുതിയെന്ന് എനിക്ക് വിഷയമല്ല. ആശാനെ ഞാനിപ്പോൾ ഈ ഒരു ഫ്രെയിമിലൂടെ വായിക്കുമ്പം ഐ ആം ഗെറ്റിംഗ് ദിസ് പോയിൻ്റ് അല്ലേ. പിന്നെയോ അതിലൂടുണ്ടാകുന്ന അറിവുണ്ടല്ലോ, അത് മനസ്സാകുന്ന വിളക്കിൻ്റെ തുമ്പിൽ അഖിലേശ്വര പ്രമാണമായി
ജ്വലിക്കുകയാണെന്നും അദ്ദേഹം വളരെ സുവ്യക്തമായി പറയുകയാണ്. ഈ കവിത നിങ്ങൾ ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്ന പഠിതാക്കൾ ആശാൻ്റെ പുഷ്പവാടിയിലെ ഈശ്വരൻ എന്ന് പറയുന്ന കവിതയെ മുൻനിർത്തി നിങ്ങളൊരു പഠനം നടത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു സങ്കീർത്തനമെന്ന് പറയുന്ന കവിത, അതേറെക്കുറെ എല്ലാ മലയാളികളും ഒരുപാട് കേട്ടതാണ്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പലപ്പോഴും പാഠപുസ്തകങ്ങളൊക്കെ വന്നതാണ്. പക്ഷേ ഈ രീതിയിൽ നമ്മളതിനെ കണ്ടിട്ടില്ല, ഇപ്പം കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരാരിയുന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുകയും. അല്ലേ? ആ അവിടെ അത് ഖുർആനിൻ്റെ എത്രയോ ഇടങ്ങളിൽ, വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. ഈ രീതിയിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളുടെ പല ഇടങ്ങളും കാണിച്ചു തന്നിട്ട്, പല ഇടങ്ങളിലും പല ചിന്തയും പല വാഗ്മയ ചിത്രങ്ങളും നമ്മളോട് പറഞ്ഞിട്ട് ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? മഴ കുംഭങ്ങളിൽ നിന്ന്, മേഘകുംഭങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ഞാനാണോ അതോ നിങ്ങളാണോ? അല്ലേ? മുളങ്കാടുകളിൽ നിന്ന് തീ ഉണ്ടാക്കുന്നത് ഞാനാണോ അതോ നിങ്ങളാണോ? ഈ ക്വസ്റ്റ്യനൊക്കെ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഒരുപാട് സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരങ്ങൾ പ്രകൃതിയിൽ നിരന്തരം. അല്ലേ? വക്കയ്യിം മിൻ ആയാത്തിൻ ഫിൽ അർളി വസ്സമായി യമുറൂന അലൈഹ വഹും അൻഹാ മുഅ്രിദൂൻ. ഇത് സൂറത്തു യൂസുഫിലെ ഒരു ഭാഗമാണ്. സൂറത്തു യൂസുഫ് എന്ന് പറയുന്നത് അത് കഥയുടെ ലോകത്ത് വരേണ്ടതുകൊണ്ട് ഞാൻ ആ ഭാഗം പറയുന്നില്ല. കഥയിൽ വന്നിട്ടുണ്ടാവും അല്ലേ? വന്നിട്ടുണ്ടാവും. ആ സൂറത്ത് യൂസുഫിൻ്റെ ആ ഒരു എൻഡിൽ ആ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന, റബ്ബിക ആതൈതനി മിനൽ മുൽക്കി വല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസി ഫാത്തിരിസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമിൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന പ്രാർത്ഥന വാചകം, അതൊരു കഥയുടെ എൻഡ് പോലെ പ്രാർത്ഥനയിൽ ഒതുങ്ങിയിട്ട് പിന്നീട് ചില ആലോചനകൾ വരുമ്പോൾ വക്കയ്യിം മിൻ ആയത്തിൻ ഫിസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ എത്രമാത്രം അടയാളങ്ങളാണ്. മനുഷ്യൻ അതിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. വഹും അൻഹാ മുഅ്രിദൂൻ, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അവർ അശ്രദ്ധരാണ്. പക്ഷെ ആശാൻ ഇവിടെ ചന്തമേറിയ പൂവിലും ശബളാമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും. സൂര്യനെ കുറിച്ചൊക്കെ ഖുർആനിൽ എത്ര പറയുന്നത്? പ്രവാചകനെ കുറിച്ച് പറയുന്നിടത്തിൽ സൂര്യൻ സമാനമായ രീതിയിൽ പറയുന്നു. ഇപ്പോൾ സൂറത്തുർ റഹ്മാനിൽ തന്നെ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിൽ ഹുസ്ബാൻ. ഹുസ്ബാൻ ബിൽ ഹുസ്ബാനില്ല അല്ലേ? ഹുസ്ബാൻ ബി ഹുസ്ബാൻ. അപ്പോൾ അവിടുത്തെ പ്രയോഗത്തിൻ്റെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ നമുക്ക് ആശാനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? അവിടെ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിച്ചു പോകാറുണ്ട്, അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഖലഖൽ ഇൻസാൻ എന്ന് പറയുന്നതിൻ്റെ മുമ്പേ അല്ലമുൽ ഖുർആൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? മനുഷ്യനെ സൃഷ്ടിച്ചത് വലിയ അനുഗ്രഹം തന്നെ. പക്ഷെ അള്ളാഹുവിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ അതിനേക്കാൾ പ്രധാനം ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അവിടെ ഖുർആൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫ് എന്ന് പറയുന്നതിൻ്റെ കണ്ടൻറ്റ് മാത്രമാകണമെന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ ഫീമെയിൽ റിലേറ്റഡ് ആയിട്ട് പറയും പോലെയാണ് ഓരോന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ മുസ്ഹഫിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നമുക്ക് പ്രവാചകനിൽ നിന്ന് ലഭിച്ച ആ നേരിട്ടുള്ള വെളിപാട് വചനങ്ങളുടെ സമാഹാരമാകുമ്പോൾ ഖുർആൻ എന്ന് പറയുന്നത്
അതിൽ ഓരോന്നിലുമുള്ള വായനയുടെ അപാരമായ തലങ്ങളാണ്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഖുർആനികമായ ഇതിലേക്ക് എനിക്ക് വഴി കാണിച്ച 2 ഗുരുക്കന്മാരെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒന്ന് യശശരീരനായ EV അബ്ദുൽ സാഹിബും പിന്നെ ഒന്ന് TK അബ്ദുള്ള സാഹിബുമാണ്. അപ്പോൾ TK അബ്ദുള്ള സാഹിബ് ഖുർആനിനെ വായന എന്ന രീതിയിൽ തന്നെ പറഞ്ഞു വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. വായന എങ്ങനെയാണ് മനുഷ്യൻ വായിക്കേണ്ടത്? പ്രാപഞ്ചിക വായനയാണ് ഖുർആൻ പ്രാപഞ്ചിക വായനയാണ്. അതുകൊണ്ട് നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കവിത എന്ന് പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ മാതൃഭാഷയാണ് എന്ന് പറയുന്നിടത്തിൽ തന്നെയാണ് ഈ വായന നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുക. അപ്പോൾ വായനയിലൂടെ ഒരായത്ത്, അക്ഷരങ്ങൾ വാക്കുകളായി തരുന്നൊരായത്ത്, അതിനേക്കാളൊക്കെ എത്രയോ വിശാലമായൊരു ഫ്രെയിമിലേക്ക് വളർന്നു കൊണ്ടേ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ പൂവിലും ശലഭത്തിലൊക്കെയും നമുക്ക് ഈ ജമാലിൻ്റെയും ഈ അഴകിൻ്റെയും ജലാലിൻ്റെയും മഹിമയുടെയും അടയാളങ്ങളെ വായിച്ചെടുക്കാൻ പറ്റും. അത് അത്രത്തോളം ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തിലോളം ഈ സൃഷ്ടി സൃഷ്ടാവ് എന്നതിൻ്റെ സൃഷ്ടാവിൻ്റെ ആ ഒരു ജലാലിനെ, മഹിമയെ പൂർണ്ണമായും അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് ഈ കവിതയിലേക്കുള്ള നിരീക്ഷണങ്ങൾ വളർന്നു വരുന്നത് എന്നത് ഏറെ ആശ്വാസദായകവും കൂടിയാണ്. ആ നിലക്ക് അതുകൊണ്ട് ശക്തമായി തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ആശാനിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞാനിപ്പോൾ നമ്മളുടെ കാലത്ത് എഴുതുന്ന നമ്മുടെയൊക്കെ സുഹൃത്ത് വീരാൻകുട്ടി മാഷിലെ 3-4 വരികളെ നമ്മൾ ഇപ്പോൾ തീർത്തും സ്വന്തമെന്ന് കരുതുന്ന ചിലതുണ്ട്. ദൈവം, മനസ്സ്, സ്വന്തം ജീവൻ, പിന്നെ നീ എവിടെയിരിക്കുന്നു എല്ലാം എന്നല്ലേ? കണ്ടിട്ടില്ലാത്തവയുമായുള്ള കൂട്ടുകെട്ടിൻ്റെ തിരക്കിൽ തന്നെ നാം എപ്പോഴും. ഇത് വീരാൻകുട്ടി മാഷ് എന്താലോചിച്ച് എഴുതിയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിൽ ഖുർആൻ വിഭാവനയിലുള്ള ഗൈബ് എന്നതിൻ്റെ വളരെ സൂക്ഷ്മമായ ഒരാവിഷ്കാരമുണ്ട്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബിൽ വിശ്വസിക്കുന്ന, ഗൈബ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള ഇന്ദ്രിയാതീതമായ എന്ന് നമുക്ക് പറയാം. നമുക്ക് തൊടാനാവാത്ത, നമുക്ക് കേൾക്കാനാവാത്ത, നമുക്ക് കാണാനാവാത്ത, നമുക്ക് രുചിക്കാനാവാത്ത, ഇതൊക്കെയാണ് ഗൈബ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഗൈബ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ ആയിരിക്കെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെക്കുറിച്ച്, നമ്മുടെ ജീവനെക്കുറിച്ച്, പടച്ചോനെക്കുറിച്ച് ഒക്കെ ഈ കാണാത്ത കാര്യങ്ങളുമായുള്ള ആ ഒരു കൂട്ടുകെട്ടിൻ്റെ തിരക്കിൽ തന്നെയാണ് നാം എപ്പോഴും. അപ്പോൾ ഗൈബിൻ്റെ ആ ഒരു തലത്തെ മലയാള കവിത്വത്തിൻ്റെ ഏറ്റവും നവീനമായൊരു ഭാവുകത്വത്തിലേക്ക് ഇണക്കി വെക്കാൻ വീരാൻകുട്ടി മാഷുടെ ഈ വരികൾക്ക് കഴിയുന്നു എന്ന് ഞാൻ സസന്തോഷി പറയുകയാണ്. ഇതിൻ്റെ എക്സ്പാൻഷൻ ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കേണ്ടതാണ്. നോട്ടം നടത്തുന്നു. നോട്ടം നട്ട അദ്ദേഹത്തിൻ്റെ വേറെയും ഒരു കവിതയുണ്ട്. അതല്ല, വേറെ
നോട്ടം തമ്മിൽ തമ്മിൽ എന്നൊക്കെ പറയുന്ന സീരീസിൽ വരുന്ന ഭാഗമാണ്. ഇനി നമ്മൾ സാധാരണഗതിയിൽ പറയുമ്പോൾ കവിത്രയങ്ങളിൽ നമ്മൾ ആശാനെ പറഞ്ഞു, നമ്മൾ വള്ളത്തോളിനെ പറഞ്ഞു. ഇപ്പോൾ ഉള്ളൂരിൻ്റെ പ്രശസ്തമായ പ്രേമസംഗീതം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ വിസ്തൃതമായ കവിതയിലെ നൈതികമായ ആശയങ്ങൾ മുഴുവനും ഖുർആൻ പ്രോക്തമാണ്. ഉള്ളൂർ ഡയറക്റ്റായിട്ട് പ്രവാചക വചനത്തിൽ നിന്ന് അടർത്തിയെടുത്ത ആശയങ്ങളാണെന്നോ ഖുർആൻ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ അതിലുള്ള പലതും പല രീതിയിലും ആ ഖുർആനിൻ്റെ സ്നേഹദർശനവുമായി ചേർന്ന് നിൽക്കുന്നു. അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരൊറ്റ മതമുണ്ടുലകിനായിരം പ്രേമവനാന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവതി ശശിബിംബം. ഈ പാർവതി ശശിബിംബത്തെ നമുക്ക് ഖുർആനിൻ്റെ പ്രതീകമായി നമുക്ക് കാണാൻ പറ്റും. പാർവണ ശശിബിംബം കാണാൻ പറ്റും. ഈ പാർവണ ശശിബിംബം എന്നതിനെ നമ്മൾ അങ്ങനെ കാണുമ്പോൾ പാർവണ ശശിബിംബത്തിൻ്റെ ഇമേജ് നമ്മൾ ഖുർആനായി കണ്ടിട്ട് ഈ പ്രേമസംഗീതം വായിക്കുമ്പോൾ അടുത്ത് നിൽക്കും അനുജനെ കാണാത്ത അശികളില്ലാത്തവർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം എന്നൊക്കെ പറയുന്ന ഭാഗമൊക്കെ സാഹോദര്യത്തിൻ്റെ നവീനമായ ആശയതലങ്ങൾ നമുക്ക് സമ്മാനിക്കും. ആ നിലക്ക് പ്രേമസംഗീതം എന്നുള്ള കവിതയിൽ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി നമ്മൾ ഇതൊക്കെയും നമ്മൾ എടുത്തു വച്ചിട്ട് ഖുർആനികമായ ഒരു ആശയത്തിൻ്റെയും പ്രവാചക പ്രഭാവത്തിൻ്റെയും പല കാര്യങ്ങളും മലയാള കവിതയിൽ പല നിലക്കും പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ യൂസുഫ് അലി കച്ചേരിയുടെ വേദം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഈ വേദം എന്ന് പറയുന്ന കവിത നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതും സ്വയം വായിച്ചിട്ടുണ്ടോ വേദം യൂസുഫ് അലിയുടെ? അപ്പോൾ കേച്ചേരിയുടെ വേദത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ കുട്ടി സ്കൂളും വിട്ട് ഉച്ചഭക്ഷണത്തിന് വരുമ്പോൾ ആ ഉച്ച ഭക്ഷണത്തിൻ്റെ സമയത്ത് പുരയിൽ ഈ കുട്ടി വിചാരിക്കുന്ന ഈ ഒരു എന്താ പറയുക, ചോറൊന്നുമില്ല, ഒരു ചമ്മന്തിയും ചോറും മാത്രം, അതേ ഉള്ളൂ. ഈ ചമ്മന്തിയും ചോറ് മാത്രമേ ഉള്ളൂ, പൊരിച്ചതില്ല, ഉപ്പേരിയില്ല. കുട്ടി ആകെ വിഷണ്ണനായിട്ട് ഉമ്മയോട്, ഉമ്മ തന്നെയാണ് അതിൽ കേച്ചേരി പ്രയോഗിച്ച് അറിയാനല്ലേ കവിത, അതിൽ അപ്പോൾ കുട്ടി ആകെ കൂടി ഇതൊന്നും കിട്ടാത്തതുകൊണ്ടുള്ള പ്രയാസത്തിൽ നിൽക്കുമ്പോൾ, സമ്പന്നമായ വീടാണ്, ഇല്ല അതല്ല പശ്ചാത്തലം. പക്ഷേ ഉമ്മ വീടിൻ്റെ പുറകെ വശത്തുനിന്ന് കുറേ ഇത് കേൾക്കുകയാണ്. അപ്പോൾ മോൻ ഈ കുട്ടി ചെന്ന് നോക്കുമ്പോൾ ഉമ്മ കുറേ പാവപ്പെട്ട ആൾക്കാർക്ക് കഞ്ഞി കൊടുക്കുകയാണ്. അവിടെ കഞ്ഞി ഇളബലത്തൊക്കെ ഉള്ള ഭയങ്കര അന്നത്തിന് ഭയങ്കര ഇതുള്ളൊരു കാലമാണ്. നമ്മൾ ഇന്ന് നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ആകെ പ്രയാസമായി ഉമ്മയുടെ ഈ നിലപാട് കണ്ടിട്ട്. ഈ കുട്ടി തന്നിലുള്ള ഈ ഒരു ചോറും കൂടി എടുത്തിട്ട് ആ കഞ്ഞിയിൽ കൊണ്ടുപോയിടുന്ന ഒരു രംഗമാണ്. ആ രംഗത്തിൽ ഈ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മോൻ വൈകുന്നേരം വരുമ്പോഴേക്ക് ഞാൻ ഈ പൊരിച്ചോ മത്സ്യക്കറിയെല്ലാം വെച്ചിട്ട് നല്ല ശാപ്പാടൊക്കെ ഉണ്ടാക്കി വെക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ കവിതയിലെ അവസാനത്തെ ഭാഗത്ത് മനോഹരമായൊരു ദർശനം യൂസുഫ് അലി കേച്ചേരിയോട് നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ യൂസുഫ് അലി കേച്ചേരി പറഞ്ഞു വെക്കുന്ന ഒരു വലിയൊരു മൗലികമായ ദർശനം ഖുർആനിൻ്റെ വളരെ വിലപ്പെട്ട ഒരു ദർശനമാണ്. അതായത് ഖുർആനിൻ്റെ വിലപ്പെട്ടൊരു ദർശനം എന്ന് പറയുന്നത് നിരാലംബർക്കും അശനർക്കും വിശക്കുന്നവർക്കും അന്നം കൊടുക്കുക എന്നുള്ളതാണ് ഖുർആനിൻ്റെ ഏറ്റവും വിലപ്പെട്ട, അല്ലേ? നമ്മളിപ്പോൾ കല്ലായുധ ദുഃഖത്തിൻ്റെ അളു ദക്കൻ എന്നൊക്കെ പറയുന്ന ഭാഗത്തിൽ വലാ തഹാല്ലൂന അലാ തആമിൽ മിസ്കീൻ എന്നാണ്. വലാ തഹാല്ലൂന അലാ തആമിൽ മിസ്കീൻ അവിടെയാണ് അന്നം എന്ന് പറയുന്നത്. അശനർക്ക്, ആവശ്യക്കാർക്ക്. കാരണം വിശപ്പ് എന്ന് പറയുന്നത് ആരും കളവ് പറയാത്തൊരു കാര്യമാണ്.
പള്ള നിറഞ്ഞ അവൻ പിന്നെയും ഭക്ഷണത്തിന് കൈനീട്ടില്ല. ഭക്ഷണത്തിന് കൈനീട്ട് ആവശ്യക്കാരൻ തന്നെയായിരിക്കും. അവിടെ ഒറിജിനലായിട്ട് മതത്തിൻ്റെ തന്നെ അടിസ്ഥാന സത്തയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് കാര്യത്തിൽ അത്ഇത്ആം വശ്ഫിസ്സലാം എന്നാണ്. ആവും പോലെ ഭക്ഷണം കൊടുക്കുക, എല്ലാവർക്കും സമാധാനം കൊടുക്കുക. സലാം ചെല്ലുക എന്ന് പറഞ്ഞാൽ സമാധാനം കൊടുക്കുക. അവിടെയാണ്. അവിടെ പേര് ചോദിച്ചു കൊല്ലുന്ന പ്രശ്നമൊന്നുമില്ല. വശ്ഫിസ്സലാം അത്ഇത്ആം, അതാണ് കാര്യം. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വരിയിൽ മനോഹരമായ രീതിയിൽ യൂസുഫ് അലി പറയുന്നതെന്ന് പറയും, ഉമ്മ പറയാണ് മോനോട്, ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം, ആവേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ. ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം, ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ. പൈക്കുന്ന പള്ളക്കിരതേടി വാഴുന്ന പാവത്തിൽ കാണാൻ പടച്ചവനെ. പൈക്കുന്ന പള്ളക്കിരതേടി വാഴുന്ന പാവത്തിൽ കാണാം പടച്ചവനെ. ഈ ഇസ്ലാം മറ്റ് ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വളരെ ഭിന്നിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്ന ഒരു ഏരിയയാണ് വിശപ്പിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. ചൂഷിതൻ്റെ ജീവിതം എന്ന് പറയുന്നത്, മർദ്ദിതൻ്റെ ജീവിതം എന്ന് പറയുന്നത്, നിരാലംബൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അധികാരത്തിൻ്റെ വെളിമ്പുറങ്ങളിൽ അകപ്പെട്ടുപോയവൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അകാരണമായ അജ്ഞാനത്താൽ പല രീതിയിലും ജീവിതം മുടങ്ങിപ്പോയവൻ്റെ, സ്വാതന്ത്ര്യം മുടങ്ങിപ്പോയവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കൺസേണാണ്, ഖുർആനിൻ്റെ കൺസേണാണ്. അത് വിശക്കുന്നവൻ്റെ വേദം കൂടിയാണ്. ആ ഒരു തത്വത്തിലേക്ക്, ആ ഒരു മൗലികതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു കേച്ചേരിയുടെ ഈ കവിത. വേദം ഇനി നമ്മൾ എൻ്റെ സമയം കഴിഞ്ഞാ ഓക്കെ, സോറി. ഒറ്റ കാര്യം, മലയാളത്തിൽ ഇപ്പോൾ അടുത്ത് വന്ന ഖുർആനിക ദർശനവും പ്രവാചകനൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കവിതയാണ് സച്ചിദാനന്ദ മാഷുടെ പ്രവാചകനും ഉറുമ്പും എന്ന് പറയുന്ന കവിത. ഈ കവിത ഞാൻ വെറുതെ ആദ്യം ഒന്ന് വായിക്കാം. വെറുതെ അത് ഒരു റിഫ്രഷ് നല്ലതായിരിക്കും. ഈ കവിത നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. പ്രവാചകൻ പതിവ് പോലെ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ജബലന്നൂർ കയറി വന്ന അനാഥനായൊരു ഉറുമ്പ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടാനായി കാത്തിരുന്നു. ധ്യാനം കഴിഞ്ഞ് കാരുണ്യം നിറഞ്ഞ കണ്ണു തുറന്നയുടൻ പ്രവാചകൻ ഉറുമ്പിനോട് ചോദിച്ചു, നീ മുബഷിറോ നദീറോ? ഉറുമ്പ് പറഞ്ഞു, ഞാൻ വെറും ബഷീർ, എല്ലാ ജീവികളെയും പോലെ ഒരു ദൂതൻ. ഞാനും അങ്ങയെപ്പോലെ അനാഥനാണ്, അലഞ്ഞു തിരിഞ്ഞ് കുറേ ദിവസമെടുത്ത് മല കയറി വന്നവൻ. നീ ഒറ്റക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി നിങ്ങളെപ്പോഴും കൂട്ടം കൂടി നടക്കുന്നവരാണല്ലോ. ഇതൊക്കെ പറയുമ്പോൾ സൂറത്തു നംലിലെ സുലൈമാൻ നബി ആ വാദു നംലിലെത്തിയിട്ട് ഉറുമ്പുകളെ കാണുന്നൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ആ ഉറുമ്പ് എന്നുള്ളൊരു അധ്യായം തന്നെ ഖുർആനിലുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞ് പ്രവാചകൻ ഗുഹയിലെ ഒരു കൽത്തരിയെടുത്ത് ഉറുമ്പിന് മുന്നിലേക്ക് നീക്കി വെച്ചു. അത് പഞ്ചസാരയായി മാറിയിരുന്നു. ഇതിന് മധുരമുണ്ടല്ലോ. ഉറുമ്പ് വിസ്മയിച്ചു. ദയോടെ നൽകുന്ന എന്തും മധുരിക്കും. എനിക്ക് ഈ ഭാഗമാണ് ഈ കവിതയുടെ ആത്മാവെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട്. പക്ഷേ ഈ ഭാഗത്ത് ദയോടെ നൽകുന്നത് എന്തും മധുരിക്കും എന്നുള്ളത് ഖുർആനിൻ്റെ ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങണമെല്ലാം ഭക്ഷിക്കുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സത്കർമ്മങ്ങളെല്ലാം റഹ്മാനായ റഹീമായ അള്ളാഹുവിൻ്റെ നാമത്തിലായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിലൊക്കെ ദയാനിധിയായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ എല്ലാം മധുരിക്കും. നൽകുന്ന ഭക്ഷണം, മധുരം എന്ന് പറയുന്നത് ഇവിടെ വെറും മധുരം മാത്രമല്ല, നമുക്ക് ആനന്ദകരമാകുന്ന എന്തുമാണ്. അത് റിലേഷൻഷിപ്പാകാം, കുടുംബബന്ധങ്ങളാകാം, സ്നേഹബന്ധങ്ങളാകാം,
എന്തുമാകാം. ദയയോടെ നൽകുമ്പോൾ, സ്നേഹത്തോടെ നൽകുമ്പോൾ അതൊക്കെ ആനന്ദദായകമായിരിക്കും. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് ഫാത്തിഹയുടെ മർമ്മം. അങ്ങനെയാണ്. അറുക്കുമ്പോൾ പോലും ദയയോടെ അറുക്കുക എന്നുള്ളതാണ്. വേഗം അവരുടെ മൂർച്ചയേറിയ കത്തി കൊണ്ട് ദയയോട് തീർക്കുന്ന കർമ്മമാണ് അവിടെ. അതൊരു പോത്തൻകുട്ടൻ അറക്കുമ്പോഴും ഒരു ഇളവനങ്ങ മുറിക്കുമ്പോഴൊക്കെ അത് തന്നെയാണ്. അവിടെ പോത്തൻകുട്ടൻ അറക്കുന്നത് മാത്രം പ്രശ്നം, ഇളവനെ മുറിക്കുന്നത് പ്രശ്നമില്ല എന്നുള്ള അർത്ഥത്തിലൊക്കെയുള്ള അതിവായനകളുണ്ട്. കാരണം നമ്മുടെ ഈ അത് പോട്ടെ, അതിലേക്ക് പോയാൽ വേറെ ഒരുപാട് പ്രശ്നമുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ ദയോടെ നൽകുന്ന എന്തും മധുരിക്കും. അത് ജിബ്രീൽ പറയും മുമ്പേ എന്നെ വളർത്തിയവരിൽ നിന്ന് ഞാൻ പഠിച്ചു. ആ ഒരൊറ്റ പ്രയോഗത്തിൽ പ്രവാചകൻ്റെ പൂർവ്വകാല ജീവിതമൊക്കെ അതിലുണ്ട്. അബൂ താലിബ് വരും, ഖദീജ ബീബി വരും, അബ്ദുൽ മുത്തലിബ് വരും, ആമിന വരും, എല്ലാവരും നമ്മുടെ മനസ്സിലാക്കുക. അതിൻ്റെ എല്ലാം വരും. ആരൊക്കെയാണോ പ്രവാചകന് ദയ കൊടുത്തിരുന്നത്, അനാഥൻ ആരൊക്കെയാണോ ഹലീമ കൊടുത്ത ആ ഒരു മുലപ്പാലിൻ്റെ ശക്തിയൊക്കെ, അതൊക്കെ ദയ കൊടുത്തപ്പോഴാണ് അത് വല്ലാതെ മധുരദായകമായത്. ഈ ചരിത്രബോധമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണോ മാഷിതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ മാഷ് കുറിച്ച് കഴിഞ്ഞപ്പോൾ പ്രവാചക ജീവിതത്തിൻ്റെ ഇതൾ വിരിയാത്ത ഇടങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പ്രവാചകൻ അരുളി ചെയ്തു. ഈ സംഭാഷണം അദൃശ്യനായി കേട്ടിരുന്ന മാലാക്ക പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതം തന്നെയാണ് ഏറ്റവും നല്ല ആയത്തുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വിടുകയും വരിക. ആയത്തുകളെന്ന് പറയുന്നത് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൻ ലി ഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതും ആയത്താണ്. ഇതല്ലേ ജീവിതം. നമ്മുടെ ഒരു ദിവസം ജീവിതം എന്ന് പറയുന്നത് രാപ്പകലുകളുടെ മാറി മാറി വരവാണ്. നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് ഈ ഭൂമിയാണ്, ഈ ആകാശമാണ്. കാലമെന്ന് പറയുന്നത് രാപ്പകലുകളാണ്. കുറേ രാപ്പകലുകൾ ഇങ്ങനെ മാറുമ്പോൾ നമ്മളതിനെ ഒരാഴ്ച എന്ന് പറയുന്നു, ഒരു മാസം എന്ന് പറയുന്നു, ഒരു കൊല്ലം എന്ന് പറയുന്നു, അടുത്ത കൊല്ലം എന്ന് പറയുന്നു. സംഭവം എല്ലാം ഒന്ന് തന്നെയാണ്. ആയത്താണ് അള്ളാഹുവിൻ്റെ. നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ഒരു ദിവസം, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 50,000 വർഷം എൻ്റെ അടുത്ത് ഒരു ദിവസമായിരിക്കും. ഈ ഒരു ആശയത്തെ ധ്വനിപ്പിക്കുന്ന, ഞാൻ സമയമുള്ളതുകൊണ്ട് അങ്ങോട്ട് ഷോർട്ട് കട്ട് എടുക്കുകയാണ്, ഈ ആശയത്തെ ധ്വനിപ്പിക്കുന്ന ശ്ലോകമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ പരയുടെ പാൽന്നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരല്പനേരം അറിവ് അവരപ്രകൃതിക്ക് അധീനമായാൽ അരഞ്ഞൊടി 1000 ആണ്ട് പോലെ തോന്നും. ഇത് പരമാർത്ഥ ജ്ഞാനമാണ്. ഇതങ്ങനെയുള്ളതാണ്. ഇത് ഖുർആനികമായ കാലസങ്കല്പത്തിൻ്റെ ഒരു ആശയം കൂടിയാണ് ഈ ആത്മോപദേശ ശതകത്തിലെ ഈ ഭാഗം എന്ന് പറയുന്നത്. ഒരുപാട് ആത്മോപദേശ ശതകത്തിൽ ഒരുപാട് ഇസ്ലാമികമായ ആശയങ്ങളുടെ സൂക്ഷ്മമായ ഒളിസ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു വായനയാണത്. മനുഷ്യൻ അത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നൂറിന് ഭൂമിയിലേക്ക് പുതക്കക്കീറുകൾ പോലെ പ്രവാചകരെ അയക്കേണ്ടി വരുന്നത്. ഇവിടെ നൂറെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സങ്കല്പമാണ്. അള്ളാഹു നൂറു സമാവാതി വൽ അർദ് എന്ന് പറയുന്നത്. ഖുർആനിലെ ഏറ്റവും കാവ്യാത്മകമായൊരു ഭാഗം ഏതെന്ന് പറയുമ്പോൾ വളരെ വിശാരദന്മാരൊക്കെ പറയുന്നൊരു ഭാഗമാണ് സൂറത്തു നൂറിൻ്റെ ഭാഗം. അള്ളാഹു നൂറു സമാവാതി വൽ അർദ്. ഈ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ആ ഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അൽ മിഷ്കാത്തുൽ അൻവർ എന്ന് പറയുന്ന പ്രശസ്തമായ ഗ്രന്ഥമൊക്കെ രചിച്ചിരിക്കുന്നത്. വളരെ വലിയ, അതിൻ്റെ സൗന്ദര്യാത്മകതലവും ദാർശനിക തലവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വാക്കാണ് സച്ചിദാനന്ദ മാഷ് ഇവിടെ 100 എന്ന് എടുത്തിരിക്കുന്നത്. ഒരു ഉറുമ്പിന് പോലും മനുഷ്യരെ ചിലത് പഠിപ്പിക്കാനാവും, തീർച്ചയായിട്ടും. അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രവാചകനെ ഉറുമ്പ് പഠിപ്പിച്ച കഥയാണ് സുലൈമാൻ നബിയുടെ കഥ എന്ന് പറയുന്നത്. അവിടെ വേറൊരാശയം കൂടിയുണ്ട്, അത് പറയണം. അതായത് പ്രവാചകൻ്റെ ജീവിച്ച കാലത്തിൽ നിന്ന് ഏകദേശം ഒരു 1000 കൊല്ലങ്ങൾക്കപ്പുറമാണ് സോളമൻ്റെയൊക്കെ കാലം, സുലൈമാൻ നബിയുടെ കാലം. 1000 കൊല്ലുണ്ടായ ഭൂമിയിലെ സൂക്ഷ്മമായൊരു സംഭവമാണ് ഉറുമ്പും സുലൈമാൻ നബിയായിട്ടുള്ള സംഭാഷണം. 1000 കൊല്ലത്തിൻ്റെ അടരിൽ നിന്ന് ആ ഓർമ്മയെ പ്രവാചകനിലേക്ക് വെളിപാടായി കൊടുത്തു എന്ന് പറയുന്നത് ഖുർആനിൻ്റെ അനുവചനീയമായ ഒരു കാവ്യതലം കൂടിയാണെന്ന് കൂടി നമ്മൾ അറിയണം. അപ്പോൾ ആ ഉറുമ്പ്
നിശ്ചയമായിട്ടും പഠിപ്പിക്കും. എല്ലാ കാലത്തും പഠിപ്പിക്കും, ഇപ്പോഴും പഠിപ്പിക്കും. അത് പഠിപ്പിക്കുന്നത് കവിയുടെ ഭാഷയിൽ ഒരുമ, അധ്വാനം, വിനയം. അത് മറ്റുള്ളവരെ കടിക്കുന്നത് പോലും ഉപദ്രവം ഭയന്ന് മാത്രമാണ്. അത് മനുഷ്യന്മാരല്ലാത്ത മിക്ക ജീവികളുടെയും സ്ഥിതിയാണ്. കൊല്ലുന്ന വെറുതെ കൊല്ലുന്ന ഒരു ജീവി മനുഷ്യനല്ലാതെ അല്ലേ, വെറുതെ കൊല്ലുക. പ്രവാചകൻ്റെ ഒരു വചനമില്ലേ, കൊന്നവൻ എന്തിനു കൊന്നെന്നോ കൊല്ലപ്പെട്ടവൻ എന്തിനു അത് കറക്റ്റാണ്. ഇപ്പോൾ വളരെ കറക്റ്റാണ്. കിയാമത്ത് അലാമത്തായിട്ടാണത് പറഞ്ഞത്. അങ്ങനെയാണ് കിയാമത്ത് വളരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇത് പറയുമ്പോൾ ഇതും കൂടി ഞാൻ പറഞ്ഞോട്ടെ. കാക്കനാടൻ പറയുന്നൊരു കാര്യമുണ്ട്. കാക്കനാടൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്ന ഭാഗമാണ്. ഈ ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ നരഭോജികളായ ആൾക്കാർക്കിടയിൽ ഈ ക്രിസ്ത്യൻ മിഷനറി സംഘം പോകുന്നുണ്ട്, അവരെ സിവിലൈസ് ചെയ്യാൻ, സംസ്കരിക്കാൻ. അങ്ങനെ പോകുമ്പോൾ ഇവരെടുത്ത് തോക്കും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നരഭോജിയുടെ മൂപ്പൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാണ് തോക്കെല്ലാം കരുതിയെന്ന്. അപ്പം പറഞ്ഞു, ഞങ്ങളെയൊക്കെ കൊന്നു നിന്ന ആൾക്കാരല്ലേ, നിങ്ങളെ ആക്രമിക്കുകയാണ്, നിങ്ങളെ കൊല്ലാനാണ്. അപ്പോൾ നരഭോജിയുടെ മൂപ്പൻ പറഞ്ഞു, നിങ്ങൾ കൊന്നാ തിന്നുമോ? ഇല്ല, തിന്നാനല്ലാതെ കൊല്ലരുത് കേട്ടോ, തിന്നാനല്ലാതെ ആരെയും കൊല്ലരുത് എന്ന് പറഞ്ഞാൽ സിവിലൈസ് ചെയ്യാൻ പോയ ആ ചങ്ങായികൾ ആകെ കൂടി അന്തം വിട്ടു പോയി എന്നാണ് കാക്കനാടൻ പറയുന്നത്. ഒരു തിരിച്ചു പോരേണ്ടി വന്നു. ഇത് മനുഷ്യൻ്റെ ഉറുമ്പ് എന്ന് മാത്രമല്ല, എല്ലാ ജീവികളും നാഗരികരെക്കാൾ എത്രയോ സംസ്കാര സമ്പന്നരാണ് നമ്മളീ പറയുന്ന പദവികളും ഇതൊക്കെ. അത് വേറൊരു കാര്യമാണ്. ഇബ്നു ഖൽദൂനൊക്കെ അത് മുഖദ്ദിമയിൽ മനോഹരമായി സ്ഥാപിച്ചെടുക്കുന്നുണ്ട് ആ കാര്യം. അപ്പോൾ ഒരു ഉറുമ്പിന് പോലും മനുഷ്യരെ ചിലത് പഠിപ്പിക്കാൻ കഴിയും. ഒരുമ, അധ്വാനം, വിനയം. അത് മറ്റുള്ളവരെ കടിക്കുന്നത് പോലും ഉപദ്രവം ഭയന്ന് മാത്രമാണ്. പ്രിയപ്പെട്ട മുഹമ്മദ്, മക്കയിൽ നിന്ന് നിനക്ക് മദീനയിലേക്ക് ഓടിപ്പോകേണ്ടി വരും. അപ്പോഴും അല്ലമീനായ ഈ ഉറുമ്പ് നിന്നെ അനുഗമിക്കും. ഉറുമ്പുകളിലെല്ലാവരും അല്ലമീനാണ്. പ്രവാചകനും ഉറുമ്പും ധ്യാനത്തിൽ അമർന്നു. ഒരേ വെളിച്ചം തങ്ങളിൽ വീഴുന്നത് അവർ കണ്ടു. അത് നല്ല പ്രയോഗമാണ്. ഒരേ വെളിച്ചം തങ്ങളിൽ വീഴുന്നത് അവർ കണ്ടു. അറേബ്യയിലെ സൂര്യൻ, ഉറുമ്പ് പറഞ്ഞു. ഭൂമിയുടെ സൂര്യൻ, പ്രവാചകൻ തിരുത്തി പറഞ്ഞു. ചരാചരങ്ങളുടെ സൂര്യൻ, പർവ്വതം തൻ്റെ വായയായ ഗുഹയിലൂടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ പ്രതിവചിച്ചു. ഇവിടെ ഈ പർവ്വതം തൻ്റെ വായയായ ഗുഹയിലൂടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ നിന്നുള്ള ഭാഗത്ത് അവിടെ ഉള്ളൊരൊറ്റ നിരീക്ഷണം കൂടി ഞാൻ നടത്തുകയാണ്. ഈ കവിതയിൽ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ ലൗ അൻസൽന ഹാദൽ ഖുർആൻ അലാൽ ജബലിൻ ലറഅയ്തു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ലാ തിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ എന്ന് പറയുന്ന ഭാഗത്ത് പർവ്വതങ്ങൾ പോലും കീഴ്മേൽ മറഞ്ഞു പോകും, പൊട്ടിത്തകർന്നു പോകും, ഈ ഖുർആനാണ് അവരുടെ മുകളിൽ വന്നതെങ്കിൽ എന്ന് പറയുന്നു. ഇവിടെ ഈ പ്രയോഗം ശ്രദ്ധിച്ചു നോക്കുങ്ങൾ. ചരാചരങ്ങൾ, പർവ്വതം തൻ്റെ വായയായ ഗുഹയിലൂടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിൻ്റെ തെളിമ, വെളിപാടിൻ്റെ തെളിമ ഒരു അചേതനമായ പർവ്വതമുഖത്തെത്തിയപ്പോൾ അതറിയാതെ പറഞ്ഞു പോവുകയാണ്, ഇത് ചരാചരങ്ങളുടെ സൂര്യൻ്റെ വചനമാണ്, ഈ പ്രവാചകൻ ചരാചരങ്ങളുടെ സൂര്യനായ ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ് എന്ന് പറയുന്ന രീതിയിലാണ് സച്ചിദാനന്ദൻ മാഷിയുടെ ഈ പ്രവാചകനും ഉറുമ്പും എന്ന് പറയുന്നൊരു കവിത അവസാനം. ഇതിനെ പ്രവാചകൻ ഉറുമ്പിനെ കുറിച്ചിട്ട് മാഷേൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാരുടെ ആസ്വാദനമൊക്കെ ഉണ്ട്. കുറച്ചുകൂടി ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാനിത് വിശകലനം ചെയ്തു എന്ന് മാത്രം. അപ്പോൾ സമയം കുറച്ച് വൈകിപ്പോയി. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, എന്നെ പൂരിപ്പിക്കാനായിട്ട് കുഞ്ഞാലി മാഷുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ മലയാള കവിതയെ സമീപിക്കുമ്പോൾ ആധുനികരും ഉത്തരാധുനികരും വർത്തമാന കവികളൊക്കെയും ഈ ഒരു ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, പുതിയ കവിതയിൽ വരുമ്പോൾ ഖുർആൻ്റെ വിഭാവനയിലുള്ള ഒരു പോരാട്ട വീര്യമുണ്ട്. ആ പോരാട്ട വീര്യത്തിൻ്റെയൊക്കെ നിദർശനങ്ങൾ നമുക്ക് പുതിയ കവിതയിൽ ശക്തമായി കാണാൻ പറ്റുന്നത്
അൻവർ അലിയുടെ ഒക്കെ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. അൻവർ അലിയുടെ ഐഡൻറ്റിറ്റി കാർഡ് അതേപോലെയുള്ള കവിതകളിൽ ശക്തമായി പോരാട്ട വീര്യത്തിൻ്റെ, അൻവർ അലി ഖുർആനിൻ്റെ സൗന്ദര്യത്തിൽ നിന്നൊന്നുമല്ല സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സ്ട്രഗിൾ നിരാലംബർക്ക് വേണ്ടി, അതായത് എഴുതി വെച്ചോളൂ എൻ്റെ പേര് അലി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആ കവിതയിൽ ധീരമായൊരു നിലപാടോടുകൂടി നമ്മൾ ആ കവിത അവസാനിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കിവിടെ മരിച്ചാൽ നിങ്ങളെവിടെ മറമാടുമെന്നുള്ള അധികാരികളുടെ ചോദ്യത്തിന് മരിച്ച ഭൂമിയിൽ എനിക്ക് കബറിടം വേണ്ട എന്ന് പറയുന്നൊരു നിലപാടുണ്ട്. മരിച്ച ഭൂമിയിൽ എനിക്ക് കബറിടം വേണ്ട, ജീവിക്കുന്ന ഭൂമിയിലെ എനിക്ക് കബറിടം വേണ്ടു എന്ന് പറയുന്നത്. അതായത് ഈ ഭൂമി നിങ്ങൾ അധികാരികളുടെ ഈ കൽപ്പിക്കപ്പെടുന്ന ഈ ഭൂമി സജീവമല്ല, നിർജീവമാണെന്നും നിർജീവമായൊരു ഭൂമിയിലല്ല എൻ്റെ മയ്യത്ത് വെക്കേണ്ടതെന്നും സജീവമായൊരു ഭൂമിയിൽ മറമാടപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ പറയുന്നത് ഒരു നിലപാടിൻ്റെ കാര്യം കൂടി. ഇവിടെയൊക്കെ നമുക്ക് പ്രവാചക അനുയായികളായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ജീവിതത്തോടുള്ള സമീപനത്തിൻ്റെ ചില നിദർശനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തെ വായിച്ചെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ മലയാള കവിത ഒളിഞ്ഞും തെളിഞ്ഞും അങ്ങനെ ഉണ്ടല്ലോ, വല്ലവ്വലു വല്ലാഹിറു അല്ലാഹിറു വൽബാത്തിനു, ഒളിഞ്ഞും തെളിഞ്ഞും എന്താക്കാണ് ഈ സൗന്ദര്യത്തെ തേടിക്കൊണ്ടിരിക്കുന്ന ശുഭോദർഘമായൊരു കാലത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് മൗലികമായ അന്വേഷണത്തിലൂടെ ഈ ഭാഗത്തെ പൂരിപ്പിച്ചുകൊണ്ട് വലിയ ദാർശനിക പെരുമയുള്ള വലിയ സൗന്ദര്യ തികവുള്ള സൃഷ്ടികൾ ഉണ്ടാക്കാനും സെലിബ്രേറ്റ് ചെയ്യപ്പെടാനും ആ സൗന്ദര്യത്തിൻ്റെ തികവിൽ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനൊക്കെയുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടും.